ഹലോ, അപ്പോൾ നമുക്കിന്നൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ എടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലിപ്പൊടി എടുക്കുന്നുണ്ട്, നല്ലെണ്ണ എടുക്കുന്നുണ്ട്, കായപ്പൊടി, പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഇടുന്നുണ്ട്, കായപ്പൊടി ഇടുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ഉപ്പിലിട്ട മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മെയിൻ സാധനമായ കടുക് അത് വറുത്ത് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് അധികം ഉലുവ ആഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവയുടെ കയ്പ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കടുക് കേട്ടോ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് കേട്ടോ. ഞങ്ങൾ ഇതിനകത്ത് കണ്ടിട്ട് പിന്നെയും കടുക് ഇടുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാൻ, കാരണം അത് കരിയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉപ്പിലിട്ട വെള്ളം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് തീ ഓഫ് ചെയ്ത് മൂടി വെച്ചതിന് ശേഷം കാലത്തെടുക്കുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് കിട്ടുമേ.